ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യോർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നമ്മൾ അടുത്ത പ്രോബ്ലം ആയിട്ട് വന്നിട്ടുണ്ട്. മുന്നേ ഒരു 8 മാർക്കിൻ്റെ പ്രോബ്ലം ചെയ്തു, അവിടെ നമ്മൾ 8 മാർക്ക് ഉറപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 4 മാർക്കിൻ്റെ പ്രോബ്ലം ചെയ്തു, അപ്പോൾ 12 മാർക്ക് നമ്മൾ ഉറപ്പിച്ചു. ഇതൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. പിന്നെ അടുത്ത 4 മാർക്കിൻ്റെ ചോദ്യം, അതായത് 12+4 നിങ്ങൾക്ക് 12+4 നിങ്ങൾക്ക് 16 മാർക്ക് തരുന്നതിന് വേണ്ടിയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 16ാമത്തെ മാർക്കാട്ടോ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ മുന്നത്തെ 2 വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കുക, അതിൽ വീഡിയോയുടെ ലിങ്ക് ഉണ്ട്, നേരെ പോയി കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ബൈ ആൻ എക്സ്ക്ലൂസീവ് മെത്തേഡ് ടേക്കിംഗ് ക്ലാസ് ഇൻ്റർവെൽ ഓഫ് 5 ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. താഴെ കൊടുത്തിരിക്കുന്ന ദത്തങ്ങളിൽ നിന്നും ക്ലാസ് ഇടവേള 5 ആയി എടുത്ത് ഒഴിവാക്കൽ രീതി ഒരു ആവൃത്തി വിതരണ പട്ടിക തയ്യാറാക്കുക രീതിയിൽ. വളരെ സിമ്പിളാണ്. അപ്പോൾ മക്കളെ, നമ്മളിങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഫുൾ പാക്കേജ് എക്കണോമിക്സിൻ്റെ, അക്കൗണ്ടൻസിയുടെയും ഇംഗ്ലീഷിൻ്റെ, ബിസിനസ്സിൻ്റെയൊക്കെ ഫുൾ ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് 200 റുപ്പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ആ ക്ലാസ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ആ ക്ലാസ് പർച്ചേസ് ചെയ്ത് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ക്ലാസ് ആദ്യം കണ്ടുപിടിക്കണം. ക്ലാസ് ഇൻ്റർവെൽ 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ അല്ലേ? 0 to 5 എടുത്താൽ പോരെ? 5 to 10 ഇത് എത്ര വരെ എടുക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയ വാല്യൂ ഏകദേശം എത്രയാണ് നോക്കുമ്പോൾ ഒരു 29 വരുന്നത്, 30 ഇല്ല. അപ്പോൾ 30 വരെ വരുന്നത് എടുത്താൽ മതി. 5 to 10, 10 to 15, 15 to 20, 20 to 25, 25 to 30. ഓക്കെ ആണല്ലോ? ഇനിയാണ് ടാലി മാർക്കിംഗ് ചെയ്യുന്നത്. ടാലി മാർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളർ യൂസ് ചെയ്യും. ടാലി മാർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം 25 എടുത്തത് അപ്പോൾ തന്നെ വെട്ടി കളയാം, അപ്പോൾ തെറ്റില്ല. 25 ശ്രദ്ധിക്കുക, ഇത് 2 സ്ഥലത്തുണ്ട്. 20 to 25 25 30 25 ഉണ്ട്. ഇത് എവിടെ മാർക്ക് ചെയ്യണം? എക്സ്ക്ലൂസീവ് മെത്തേഡിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഇവിടെ നിന്ന് എക്സ്ക്ലൂഡ് ആകാണ്. ഈ 25 ഇവിടെ കയറില്ല, ഇവനെ ചവിട്ടി പുറത്താക്കും. പകരം 25 to 30 എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഇവനെ കയറ്റുള്ളൂ. അതായത് 25 ലോവർ ലിമിറ്റ് ആകുന്നു, ഇവിടെ അത് അപ്പർ ലിമിറ്റ് ആണ്, ഇവിടെയാണ് അത് ലോവർ ലിമിറ്റ് ആകുന്നത്. 25 എവിടെയാണോ ലോവർ ലിമിറ്റ് ആകുന്നത്, ആ ലോവർ ലിമിറ്റ് ആകുന്ന ക്ലാസ്സിൻ്റെ നേരെ വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. അപ്പോൾ ലോവർ ലിമിറ്റ് ആവുന്നത് ഇവിടെയാണല്ലോ, അപ്പോൾ ഇവിടെ 1 മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ 4 എവിടെ വരും? 0 to 5 വരും. 26 എവിടെ വരും? 25 to 30 വരും 26. അപ്പോൾ അവിടെ ഒരു വര വരച്ചു. ദെൻ 6, 10, 17 പെട്ടെന്ന് ചെയ്യാണ്. 6, 10, 17, 6, 10 ഇവിടെ വേണം ചേർക്കാൻ. 10 ലോവർ ലിമിറ്റ് ആയിട്ടുള്ളതിൽ, പിന്നെ 17, പിന്നെ 23, ഓക്കെ. 23 ഇതാ ഇവിടെ വരും. ദെൻ 28 ഇവിടെ വരും. ദെൻ 27 ഇവിടെ തന്നെ വരും. ദെൻ 20 ലോവർ ലിമിറ്റ് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ വരും. 16 ഇവിടെ വരും. 17 ഇവിടെ വരും. 12 ഇവിടെ വരും. 14 ഇവിടെ വരും. 29 ഇവിടെ. 4 കഴിഞ്ഞാൽ 5ാമത്തേത് ഇങ്ങനെ ക്രോസ് ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ 5 ആയി. ഇനി 26 6ാമത്തേതല്ലേ, ഇപ്പോൾ 6 എന്നുള്ള രീതിക്ക്. 24 ഇവിടെ വരും. 3 ഇവിടെ വരും. 5 ലോവർ ലിമിറ്റ് ആയത് ഇവിടെ അതുകൊണ്ട് ഇവിടെ വരും. 7 ഇവിടെ വരും. 13 ഇവിടെ വരും. 18 ഇവിടെ വരും. 22 ഇവിടെ വരും. 20 ലോവർ ലിമിറ്റ് ആയിട്ടുള്ള ഇവിടെയാണ്, അപ്പോൾ 4 കഴിഞ്ഞു 5ാമത്തേത് വെട്ടിക്കളയാം. 26 ഇവിടെ വരും. 8 ഇവിടെ വരും. 11 ഇവിടെ വരും. 4 കഴിഞ്ഞ് 5ാമത്തേത് വെട്ടിക്കളയാം. 15 ലോവർ ലിമിറ്റ് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ 4 കഴിഞ്ഞു 5ാമത്തേത് കണ്ട് ക്രോസ് ഔട്ട് ചെയ്യാം. ദെൻ 22 ഇവിടെ വരും. 27 ഇവിടെ വരും. ഇനി നമുക്കിത് ഇവിടെയൊക്കെ എഴുതാം. 2, 4, 5, 5, 6, 8. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ എടുത്ത് നോക്കാം ശരിയാണോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? നമുക്കിവിടെ 30 വാല്യൂസ് തന്നിട്ടുള്ളത്. ഫ്രീക്വൻസിയുടെ ടോട്ടൽ നമുക്ക് 30 ഉണ്ടോ എന്ന് നോക്കണം. 2 + 4 + 5 + 5 + 6 + 8 30 കറക്റ്റാണ്. ടോട്ടൽ 30. ഓക്കെ, സോ സിമ്പിളായിട്ട് നമ്മൾ അനദർ 4 മാർക്സ് നമ്മൾ സ്കോർ ചെയ്തു. അപ്പോൾ ഇതുവരെ നമ്മൾ 16 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 ചോദ്യവും മക്കൾ നിങ്ങൾ ചെയ്യണം. തിയറി പഠിച്ചുകൊണ്ട് തിയറി എഴുതാൻ നിൽക്കല്ലേ. തിയറിയിലൊക്കെ മാർക്ക് പോകാൻ ഒരുപാട് ചാൻസ് ഉള്ളതാണ് നമ്മൾ നന്നായിട്ട് എഴുതിയില്ലെങ്കിൽ. പ്രോബ്ലം ചെയ്താൽ അവിടെ മാർക്കിന് ഒരു കോംപ്രമൈസ് ഇല്ല. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് വീഡിയോസ് കണ്ട് പഠിക്കുക.
സപ്പോർട്ട് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. താങ്ക്